അസ്സലാമു ഞാനിന്ന് നല്ലൊരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഫുൾജാർ സോഡ അല്ലെങ്കിൽ ടിക്ടോക്ക് കോക്ടെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായി, കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനത് ഇന്നലെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അത്രയും പതയൊന്നും വരില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സാണ്. ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ലോണം ചെറുതായിപ്പോയി. ഇത്രയും ചെറുതാവണമെന്നില്ല, ഉള്ളിൽ കുറച്ച് വട്ടമുള്ള ചെറിയ ഗ്ലാസ് ആയാൽ മതി. അപ്പോൾ ഇതിൽ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അവിടെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പുതിനയുടെ നീരെടുത്തിട്ടുണ്ട്, നാരങ്ങ നീരുണ്ട്, അതുപോലെ തന്നെ കസ്കസ് കുതിർത്തിയതും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുളി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇത് കുഞ്ഞു ഗ്ലാസ്സാണ്, അപ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും അങ്ങ് ചേർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളി പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുക, കൂടി പോവണ്ട. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 നുള്ളി ഇഞ്ചി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് 1 ഗ്ലാസ്സിനുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പുതിന ഇലേൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് അരക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ഞാൻ ചതച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നീര് കിട്ടും. ഇനി നമുക്കിതിൽ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പാണ് വേണ്ടത്. എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പിട്ടിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. ശരിക്കും ഇത് അങ്ങനെ മിക്സ് ചെയ്യണ്ട, കാരണം ഞാൻ 2 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പത വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഉപ്പിട്ട ആ നിമിഷം തന്നെ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇട്ടാൽ മാത്രമേ നല്ല പത വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മിക്സ് ചെയ്യണ്ട, ആ ഇത് നിങ്ങളൊന്ന് ഒഴിവാക്കിക്കോളൂ. കണ്ടോ? ഇനി ഇതുപോലൊരു സോഡയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോട്ടിലിൽ കിട്ടുന്ന സോഡയാണെങ്കിലും എടുക്കാം. കടയിലൊക്കെ നല്ല ഗ്യാസുള്ള സോഡയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല പതയുണ്ടാവും. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിനി ഗ്ലാസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ആ ഗ്ലാസ്സിൽ ഉപ്പിടാനായിട്ട്. അപ്പോൾ നല്ല പത നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരുപാടൊന്നും അങ്ങ് പതഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നോമ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് മൊബൈലിൽ എടുത്തതാണ്, അതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. എന്നാലും പതയുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇടുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ടുള്ളത്, മിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഉപ്പ് അതിനകത്ത് നല്ലോണം പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ലൈം സോഡയുടെ ടേസ്റ്റ് അല്ല. പുതിനയിലയും അതുപോലെ തന്നെ ഇച്ചിരി എരിവും അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം. വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.